ഓ, നാടകക്കാരൊക്കെ എത്തിയല്ലോ. കൊലപാതകത്തിന് മറപിടിക്കാൻ ഇതെല്ലാം സ്ഥിരം ഏർപ്പാടുകളാ. ഓരോരോ കേസ് കെട്ടുകള്. ഇതാരാ കണ്ണുമുനിയ? ആരാടോ ഇയാള്? അറിയില്ലേ? വടക്കെടുത്ത് നമ്പൂരി. ആഹാ, അറിയാതിരിക്കാൻ പറ്റുമോ? പ്രധാനമന്ത്രി അല്ലേ? അല്ല, കോഴിയും താറാവും ചാരായും ഒന്നും വന്നില്ലേ? ഇരിക്കാം. വേണ്ട, അങ്ങനെ അത് ഇരുത്തണ്ട. അങ്ങനെ ആർക്കും അങ്ങോട്ട് ഇരുത്താൻ കഴിയുന്ന ആളല്ല സർക്കിൾ ഇൻസ്പെക്ടർ വീരഭദ്രൻ. അല്ല, പൂജക്കുള്ള ഒരുക്കമാണ്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം അന്വേഷണത്തിന് അയച്ചിരിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ വീരഭദ്രൻ. വെറും വീരഭദ്രനല്ല, തീപ്പൊരി വീരഭദ്രൻ. സ്റ്റോപ്പ് ഓവർടേക്കിംഗ്. പിന്നെ സ്വാമി, കൊലപാതകളെ രക്ഷിക്കാൻ ഇത്തരം തരികിടകളൊന്നും പറ്റില്ല. കൊലപാതകളെ രക്ഷിക്കാനല്ല ഇതൊന്നും, വീണ്ടും ദുരന്തങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ. പിന്നെ കുറെ ഭസ്മം പാരി അറിഞ്ഞാൽ കൊല നടക്കാതിരിക്കുമല്ലോ. ഒന്ന് ചുമ്മാ ഇരിക്കണം മാഷേ. എന്നാ പിന്നെ അഭയ കേസും ചേകന്നൂർ മൗലവി കേസും തെളിയിക്കാൻ 2-3 മന്ത്രവാദികളെ വിട്ടാ മതിയല്ലോ. എന്താടോ? എന്തിന്? കാർഗിലിൽ നുഴഞ്ഞേറ്റക്കാരെ തടയാൻ കുറെ ചാരന്മാരി അറിഞ്ഞാ പോരെ? എന്തിനീ ജാനകി കേസ്? ഓവർടേക്കിംഗ്. പാലക്കൽ കൊട്ടാരത്തിൽ വർഷങ്ങളായുള്ള യക്ഷിയെ കുറിച്ച്. പാലക്കൽ യക്ഷി? ഷാവി, MT യുടെ യക്ഷി വായിച്ചിട്ടുണ്ടോ? അതുപോട്ടെ, പ്രൊഫസർ AT കോവറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? AT കോവൂര് ഭയങ്കര ദൈവഭക്തനായിരുന്നു. സ്നേഹിത, ഇതൊരു രാജകുടുംബത്തിന്റെ. മനസ്സിലായി. കൊലപാതകത്തിന് മറപിടിക്കാൻ കുറെ രാജകുടുംബക്കാരും അവരെ സഹായിക്കാൻ സ്നേഹിതന്മാരായ ഐജിമാരും. ഞാനൊരു DYSP ആയിക്കോട്ടെ, എല്ലാത്തിനും ഇവിടുന്ന് പറപ്പിക്കും ഞാൻ. DYSP വീരഭദ്രൻ എന്ന് പറഞ്ഞാ എത്രോ? ഞാനൊരു DSP ആയിക്കോട്ടെ, കുറെ ഭസ്മക്കുറി കിട്ട സ്വാമിമാരും കുറെ യക്ഷികളും. സഹോദര, സൂപ്പർ കമ്പ്യൂട്ടർ ബ്രെയിനിന് പോലും നിർവചിക്കാൻ കഴിയാത്ത ഒരു ശക്തിയുണ്ട്, അതീന്ദ്രിയ ശക്തി. അതിനെ നേരിടാൻ IPC വകുപ്പുണ്ടോ? ഞാൻ ചോദിക്കാത്ത എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ വല്ല ചോദിച്ചോ? IPC കുറിച്ച് എന്നെ പഠിപ്പിക്കല്ലേ. ഈ യക്ഷിയെ തളയ്ക്കാൻ സൂപ്പർ കമ്പ്യൂട്ടറും വേണ്ട, ബ്രെയിനും വേണ്ട. അതുകൊണ്ടല്ലേ സാറ് നിയമിച്ചിരിക്കുന്നത്. യെസ്. പിന്നെ പൂജ നടത്തിയാലും കൊള്ളാം, മന്ത്രവാദം നടത്തിയാലും കൊള്ളാം. 48 മണിക്കൂറിനുള്ളിൽ യക്ഷിയെ കസ്റ്റഡിയിലെടുത്ത് തന്റെ കാലിനടിയിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്റെ പേര് സർക്കിൾ ഇൻസ്പെക്ടർ വീരഭദ്രൻ എന്നല്ല. ജസ്റ്റ് 48 hours. Mind it. Follow me. കോൺസ്റ്റബിൾ സർ, ഇന്ന് ഫുൾ നൈറ്റ് ഇവിടെ സെക്യൂരിറ്റി വേണം സർ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവണം. ഇവര് മാത്രം പോരാ, താനും ഇവിടെ ഉണ്ടാവണം സാർ. ഇത് കാടാണ് സാർ. അതിനെന്താ? രാത്രിയിലൂടെ പ്രേതങ്ങളൊക്കെ ഇറങ്ങുന്നു പറയണു സാർ. ഓഹോ, അപ്പൊ താനൊരു കാര്യം ചെയ്യും, പ്രേതത്തിനെ കണ്ടാൽ വീട്ടിലേക്ക് ഫോൺ ചെയ്യൂ, ഞാൻ വന്നേക്കാം. ശരി സാർ. സാർ, ദൈവമേ, ചാരായം മാറ്റി തുടങ്ങിയ സാറേ ആയുധ പ്രയോഗം. അതിനാൽ പ്രതിരോധത്തിൽ ഊന്നിയുള്ള ആക്രമണ ശൈലിയാണ് ഇവിടെ വേണ്ടത്. അതിന്റെ സന്നാഹമാണിത്. വീണ്ടും തളയ്ക്കപ്പെടും, അല്ലെങ്കിൽ എന്നേക്കുമായി നശിപ്പിക്കപ്പെടുമെന്നറിയുമ്പോൾ നീലി സർവശക്തിയോടും കൂടി ആഞ്ഞടിക്കും. അതിനെ നേരിടാൻ എല്ലാവരും സജ്ജരായിരിക്കണം. അപൂർവ ശക്തിയുള്ള മന്ത്രത്തകിടുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ രക്ഷായന്ത്രം. അതെന്താണെന്ന് മനസ്സിലായോ? പൊട്ടാസ്യം സയനൈഡ് എറിഞ്ഞാ കത്തും. അത് കഴിച്ച ചത്തുവോ? ഒന്നും പറ്റില്ല, നല്ല ടേസ്റ്റാ. എന്നാലും വല്ലാത്ത പരിപാടി ഉണ്ട് സാറേ. ഒരു പണിയുണ്ട്, വാ. ഇതൊക്കെ ഒരു തരം നമ്പറാ. രാജകുടുംബക്കാരല്ലേ, കൈ കാശുണ്ടല്ലോ, അത് അടിച്ചു മാറ്റാനുള്ള പൂജാരികളുടെ നമ്പറും. എന്ന് നമുക്കും കൂടെ കൂടിയല്ലേ സാറേ? താൻ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കരുത്. രാജകുടുംബത്തെക്കാൾ വലുതാണ് അബ്കാരി കുടുംബം. കൊല്ലപ്പെട്ടതിൽ ഒരുത്തൻ അബ്കാരി കുടുംബത്തിലേതാണ്. അത് താൻ മറന്നു? എനിക്ക് ഓർമ്മയുണ്ട് സാർ. ഉണ്ടല്ലേ? നമുക്കങ്ങോട്ട് ചരിയാം, വല്ലതും തടയും. എന്തേ സാറിന്റെ ഒരു ബുദ്ധി. എടോ, അബ്കാരികൾ മുഴുവൻ ആധ്യാത്മികതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ സന്യാസികളാണ്, യഥാർത്ഥ സന്യാസികൾ. അപ്പൊ ഈ കാട്ടിലൊന്നും അബ്കാരികളെ കണ്ടില്ല സാർ. അതെന്താ? അല്ല സാറി സന്യാസം എന്ന് പറഞ്ഞിട്ട്. എടോ, അബ്കാരികളുടെ സന്യാസം ഷാപ്പില. ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ദുഃഖം മറക്കാൻ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സന്യാസി, അതായത് അബ്കാരി. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി സാർ. ആ കോൺസ്റ്റബിൾസ് ഒക്കെ അവിടെ? സാറേ, അവര് കൊട്ടാരം നിരീക്ഷിച്ചോണ്ട് നിൽക്കുക. നിരീക്ഷിച്ചോണ്ട് നിൽക്കേ? പോയി റോന്ത് കിട്ടാ പറയണോ? സാർ, ഈ രാത്രി എവിടെയാ സാറേ ഓന്തിനെ കിട്ടുക? ഓന്തല്ലോ റോന്ത്. ഏത് കോന്തനയാള്? താനെന്താ പോണില്ലേ? സാറേ, ഒരു കാര്യം പറഞ്ഞ ഓവർടേക്കിംഗ് ആവോ? എന്താണ്? പേഴ്സണലാണ്. പറ. സാറേ, യക്ഷിന്നും പറഞ്ഞ് ഒരു നാടൻ സാധനം ഇവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതാ കോട്ടപ്പുറം ജാനകിയായിരിക്കും. അല്ല സാറേ, പുതിയതാണ്, ന്യൂ. പുതിയത്? സത്യമാണ് സാർ.
മിനിങ്ങാന്ന് രാത്രി ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കണം ഞാൻ കണ്ടു സാർ. എന്നിട്ട് താനെന്താ എന്നോട് പറയാതിരുന്ന? മിനിങ്ങാന്ന് പിന്നെ ലക്ഷ്മിക്കുട്ടി ആളെങ്ങനെ ഉണ്ട്? അടിപൊളിയാണ് സാർ, നല്ല നെടുവിരിയൻ. അപ്പൊ ഇനി അവളെ കണ്ടാലേ കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിലേക്ക് കൊണ്ടു ക്വസ്റ്റ്യൻ ചെയ്യണോ സാർ? ഓവർടേക്കിംഗ് വേണ്ട. അപ്പൊ താൻ വയ്ക്കോ. ഇന്ന് ഫുൾ നൈറ്റ് സെക്യൂരിറ്റി വേണം. ഞാൻ ഇവിടുത്തെ ഉണ്ടാവും. അവിടെ വായി നോക്കിയേക്കരുത്, മനസ്സിലായോ? വയ്ക്കോ. സാറേ സാറേ സാറേ, എന്തായാലും ഞാൻ പറഞ്ഞ സാധനം എവിടെയാ നിക്കണത്? അവിടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ആരുമില്ല സാർ, അവിടെ ആരെങ്കിലും വീഴ്ത്തും. ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോ അവിടെ ചെന്ന് അവിടെ കസ്റ്റഡിയിൽ എടുക്കാം. ലോക്കപ്പ് ഫ്രീ അല്ലേ? ഫ്രീ ആണ് സാർ. താൻ ചെന്നിട്ടേ ആ ക്വാളിറ്റി ഹോട്ടലിൽ ചെന്ന് ഒരു 10-20 പൊറോട്ടയും കുറച്ച് ചിക്കൻ ഫ്രൈയും ഒരു 3-4 ഓംലെറ്റും. സാർ ഒരു കുപ്പി ബിസ്ലേരി വാട്ടർ. മറ്റേതവിടെ ഇരിപ്പില്ലേ? മറ്റേ ബാക്കിയുണ്ട് സാർ. ഉണ്ടല്ലോ. അപ്പൊ താൻ വിട്ടോ. ധൃതി പിടിച്ച് പോകരുത്. പതുക്കെ 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 പോയാ മതി. എന്നിട്ട് സാവധാനത്തിൽ മേടിച്ചിട്ട് പതുക്കെ പതുക്കെ വന്നാ മതി. മനസ്സിലായില്ലേ? എന്നാ വിട്ടോ. ഇന്നില്ലേ ഒരു കാര്യം ചെയ്യാം. എന്നെ ഒന്ന് നന്നായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് താൻ വലിഞ്ഞു. ഓക്കെ. അതെ, അപ്പൊ റോന്തൂറ്റിന പോലീസുകാരാ? ഓവർടേക്കിംഗ് വേണ്ട. എടോ, താൻ എങ്ങനെ അവളെ മുട്ടി? അവളെ എന്നെ കണ്ടപ്പോഴേ കണ്ണടച്ച് കാണിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി സാധനം മറ്റാണെന്ന്. താൻ ഇതെങ്ങനെ അവതരിപ്പിച്ചു? ഞാൻ ചോദിച്ചു എന്താണ് ഈ റോട്ടിലിരിക്കണെന്ന്. അപ്പൊ അവള് പറയാണ് എന്നെ ഇഷ്ടമായി, ഞാനും കൂടെ വരട്ടേന്ന്. ഞാൻ പറഞ്ഞു നിനക്ക് പറ്റി സാറ് എന്റെ കൂടെ ഉണ്ടെന്ന്. എന്തൊരു ബുദ്ധിയാണ് നിനക്ക്. ഏതായാലും നീ അവളൊന്ന് വിളിക്ക്. ആരാണ് വന്നിരിക്കണെന്ന് അറിയാമോ? ഇപ്പൊ ഒരു വീരഭദ്രൻ സാറ്. ഈ ഏരിയയിൽ ആര് കച്ചവടത്തിന് വന്നാലും ആദ്യം സാറ്, പിന്നെ ഞാൻ. അവള് കാശ് വല്ലതും ചോദിക്കോ? ഫ്രീ ആണ്. കാശ് ചോദിച്ച് അടിച്ചവൾ ഷേപ്പ് പോയിട്ട് വേണ്ട, ഉടക്കണ്ട. വാ, സാറ് ധൈര്യമായിട്ടില്ലേ, ഞാനില്ലേ കൂടെ. പേടിക്കണ്ട, ചെകുത്താനൊന്നുമല്ല, ഞാനും മനുഷ്യനാ. നാണിച്ച് നിൽക്കാണ്. ഇപ്പോഴേ ഇങ്ങനെ നാണിക്കാൻ തുടങ്ങിയാലോ? സാറേ ഇനി സമയം കളയണ്ട, ഞാൻ പോയി പൊറോട്ട അടിച്ചെടുത്തോണ്ട് വരാം. സാറ് വിളിച്ചോണ്ട് പോകും. എന്താ ഭവതിയുടെ പേര്? സാധാരണ സ്ത്രീകൾക്ക് എന്നെ വലിയ ഭയമാണ്, കാരണം ഞാനൊരു അഹങ്കാരിയാണല്ലോ. ചിരിക്കുന്നു. നിന്റെ ചിരിയൊക്കെ ഞാൻ മാറ്റും. വരും. രക്ഷിക്കണം സ്വാമി, അവിടെ പുറത്തുപോയിട്ട് അറിയാതെ ചെയ്തു പോയി തെറ്റാണ് സ്വാമി, ക്ഷമിക്കണം സ്വാമി. കാളി കാളി കൊടുങ്കാളി ഉദ്ദേശിച്ച കാളി. അകത്തു വരൂ, ഇരിക്കൂ. വണക്കം. കണ്ടു അല്ലേ? അതെ, ഫുൾ മേക്കപ്പിൽ. പറയത്തക്ക ഭംഗിയൊന്നുമില്ല. മനസ്സിലായി. ക്ഷമിക്കണം സ്വാമി, ഒരബദ്ധം പറ്റിപ്പോയി, രക്ഷിക്കണം. അതെ, അബദ്ധം പറ്റി. നിങ്ങൾക്കല്ല, അവൾക്ക്. അവൾ ആരാണെന്ന് എനിക്കറിയാം, എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ എനിക്കും അറിയാം. നമസ്കാരം. വലത് കൈയിൽ ധരിച്ചോളൂ. ഒന്ന് അയാൾക്കും കൊടുത്തേ. ഓ, അല്പനേരം എല്ലാവരും കണ്ണടച്ച്
ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുക. ഞാൻ പറയാതെ ആരും കണ്ണു തുറക്കരുത്. ഓം ഹ്രീം നീലി ഭാവമൂർത്തി ഭാവമൂർത്തി ഉഗ്രമൂർത്തി ഉഗ്രമൂർത്തി. ഓം ഹ്രീം നീലി, നിർത്തൂ നിന്റെ കൊലച്ചിരി. എന്റെ കൊലച്ചിരി നീ ഇനിയും കേൾക്കും. ഇല്ല, അതിനു മുമ്പ് നിന്നെ ഞാൻ... എന്നെ നശിപ്പിക്കാൻ നിനക്കാവില്ല. എന്നെ വെട്ടിനുറുക്കിയ ആ ക്ഷത്രിയന് കൂട്ടുനിൽക്കുന്ന നീ നീചനാണ്, നീചൻ. നിന്നെയും ഞാൻ കൊല്ലും. നിന്റെ രക്തദാഹം ഇനിയും അടങ്ങിയില്ലേ? ഇല്ല, ആഗ്രഹപൂർത്തി വരാതെ കൊല്ലപ്പെട്ടവനാണ് എന്റെ ഉദയൻ. അതിനെനിക്ക് പ്രതികാരം ചെയ്യണം. അവസാനത്തെ ഒരു ആൺതരി ഉണ്ടല്ലോ, ബാക്കി തൃപ്പങ്ങോട്ട്. അവന്റെ കൊലയിലൂടെ ഞാൻ അത് സാധിക്കും. ഇല്ല, അതിനു മുമ്പ് നിന്നെ ഞാൻ നശിപ്പിക്കും. നിനക്കതിന് കഴിയില്ല. ഗുരുകാരണവന്മാർ പകർന്നു നൽകിയ തന്ത്രമന്ത്രങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോയിരിക്കുന്നു. എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ മാത്രമല്ല, നിന്റെ കുലം മുഴുവൻ ഞാൻ മുടിക്കും. നീലി, ഇത്രയും കോപം നിനക്ക് പാടില്ല. നീ സ്ത്രീയാണ്, സ്ത്രീ അമ്മയാണ്. അമ്മ ക്ഷമയാണ്, ക്ഷമ ഭൂമിയാണ്. ഭൂമിക്ക് ചാഞ്ചല്യം പാടില്ല. ചാഞ്ചല്യം വന്നാൽ ഈ പ്രപഞ്ചം നശിക്കും. അത് ഞാൻ തടയും. ഇനി എല്ലാവർക്കും കണ്ണു തുറക്കാം. എന്താ തിരുമേനി, വിഘ്നം വല്ലതും? എന്താന്ന് വെച്ചാലും പറയാം. നീലി, അവൾ കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു. ഇവിടെ അവൾ നടത്തിയ 2 കൊലപാതകങ്ങൾ വിനാശകാരിയായ അവൾക്ക് കൂടുതൽ ആത്മബലം നൽകിയിരിക്കുന്നു. എന്നെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം പോലും അവൾക്ക് കിട്ടിയിരിക്കുന്നു. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഭൂമിയിലെ അതീന്ദ്രിയ ശക്തികളെ സ്വാധീനിക്കും. അതിന് ശക്തിയും ചിലപ്പോൾ ദുർബലതയും നൽകും. ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു കൃഷ്ണപക്ഷത്തെ അമാവാസി നാളിൽ നീലിക്ക് ശക്തിക്ഷയം സംഭവിച്ചപ്പോഴാണ് അവളെ തളച്ചത്. അതുപോലെ ഒരു സമയത്തെ വീണ്ടും അവളെ തളയ്ക്കാൻ കഴിയൂ. പക്ഷെ അങ്ങനെ ഒരു അവസരം ഒത്തുവരണമെങ്കിൽ ഇനി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതുവരെ അവൾ ഇവിടെ നാശം വിതയ്ക്കും. മറ്റു മാർഗങ്ങളൊന്നും കാണുന്നില്ലേ? നോക്കാം. ഇന്നത്തെ ദിവസം കൃഷ്ണപക്ഷത്തിലെ അമാവാസിയാണ്. പക്ഷേ നാള് രേവതിയല്ല, അനുനാളായ തൃക്കേട്ടയാണ്. രേവതി അല്ലെങ്കിലും ആ നാളിന്റെ അനുനാളിൽ ജനിച്ച പുരുഷനുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമായിരുന്നു. അങ്ങനെ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്താ നാള്? നാളറിയില്ല. ജനന തീയതി 1979 മെയ് 16. സമയം അറിയില്ല. തൃക്കേട്ട നക്ഷത്രത്തിന്റെ അവസാന പാദത്തിൽ ഭൂജാതനായ പുരുഷൻ. ഇവൻ തന്നെ നീലിയുടെ അന്തകൻ. ആവാഹന ക്രിയയ്ക്കുള്ള കളം തയ്യാറാകട്ടെ.
ഉറങ്ങിക്കിടന്ന് ആ വൃക്ഷത്തിൻ്റെ മുറിവിൽ കുങ്കുമം നിറയ്ക്കുക. വൃക്ഷത്തിനു ചുറ്റും 3 പ്രദക്ഷിണം. വൃക്ഷത്തിന് അഭിമുഖമായി നിന്ന് 3 അടി പിന്നോട്ട് നടക്കുക. എന്ത് പ്രകോപനമുണ്ടായാലും തിരിഞ്ഞു നോക്കരുത്. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് നീ ഈ ആവാഹന കളത്തിലെത്തണം. സണ്ണി, ഇത് ഞാനാടാ കോപൻ. നീ എന്നെ കൂടി കൊണ്ടുപോടാ. നിങ്ങളെയൊക്കെ കാണാതെ ഞാനിവിടെ ഒറ്റയ്ക്ക്. നിന്നെ പ്രലോഭിപ്പിക്കാൻ നീലി എല്ലാ അടവും പയറ്റും. തിരിഞ്ഞു നോക്കരുത്. ഓം ഹ്രീം. ശത്രുസംഹാരണി.